നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ മണ്ണിലാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് മഹത്തായ സംഭാവനകൾ നാം ഭാരതീയർ നൽകി. എന്നിരുന്നാലും നമ്മളിൽ ചിലർക്കെങ്കിലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അത്തരക്കാർക്ക് ഉള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ. ഇന്നത്തെ സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത് ഇഗ്നോയെ സംബന്ധിച്ച വിഷയങ്ങളെക്കുറിച്ചാണ്. ഏവർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഇഗ്നോയുടെ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടറായ ഡോക്ടർ സത്യകീർത്തി സാറാണ്. സാറിന് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സർ, ആദ്യമായി തന്നെ ഇഗ്നോയെ മറ്റ് സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനങ്ങൾക്ക് വിദൂര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥാപിതമായിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയായിട്ട് വിദ്യാഭ്യാസം നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, പിന്നെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയും, പിന്നെ ജനങ്ങൾക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വിദ്യാഭ്യാസം എത്തിക്കുക, പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുക, പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എല്ലാ രീതിയിലും, അതായത് പഠനത്തിൻ്റെ രീതിയിലും ഫ്ലെക്സിബിലിറ്റി, എത്ര നാളത്തേക്ക് പഠിക്കണം, എത്ര നാളുകൊണ്ട് പഠനം പൂർത്തിയാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനൊരു ഫ്ലെക്സിബിലിറ്റി വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിരിക്കുന്നത്. ഇത്തരത്തിലൊരു സർവകലാശാല സ്ഥാപിതമായത് എങ്ങനെയെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1985 ഒരു പാർലമെന്റിന്റെ ആക്ട് പ്രകാരമാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിതമായിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവരവരുടെ വീടുകളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത്. ഇത് ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട്, ഏറ്റവും കൂടുതൽ പഠിതാക്കളുള്ള ഒരു സർവകലാശാലയായിട്ടാണ് ഇതിപ്പം സ്ഥാപിതമായിരിക്കുന്നത്. ഈ ഒരു സർവകലാശാല ശരിക്കും ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇത് എല്ലാ ജനങ്ങളെ, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, അതായത് ഇപ്പം ചിലവർ പാതി വഴിയിൽ വെച്ചിട്ട് വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവരുണ്ടാവും. പിന്നെ ഇപ്പം വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാതെ ജോലി കിട്ടിയിട്ട് വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ സാമൂഹിക സിറ്റുവേഷൻ വെച്ചിട്ട്, എന്തെങ്കിലും സാഹചര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോവുകയോ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടിയാണ്, അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചാണ് ഈ പറയുന്ന ഇങ്ങനൊരു സർവകലാശാല നമ്മൾ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർവകലാശാലയ്ക്ക് തന്നെ നമ്മൾ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ സർവകലാശാലയെ നമ്മൾ ജൻ കാ വിശ്വവിദ്യാലയ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സർ, നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു കോളർ ഉണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ. ആ മാം, കേൾക്കാം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പേര്? കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. മാമിന്റെ പേര്? എന്റെ പേര് സാരിക. സാറിനോട് ചോദിച്ചു. ഞാൻ +2 സയൻസ് സബ്ജക്ട് പഠിച്ച ആളാണ്. അതിനുശേഷം ആർട്സ് സബ്ജക്ട് പഠിച്ച് ഇപ്പൊ MC അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി സാർ. ഏത് കോഴ്സാണ്? MCA. ആ, +2 കഴിഞ്ഞതേ ഉള്ളോ? അല്ലല്ല, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്ത ആളാണ്. ഡിഗ്രി ഏതാ? സയൻസ് ആണോ? അല്ലല്ല, സയൻസ് സബ്ജക്ട് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത്. അല്ല, ആർട്സ് സബ്ജക്ട് പഠിച്ചതാണ്. അപ്പം +2 സയൻസ് മാത്സ് സബ്ജക്ട് പഠിച്ചതാ. അപ്പം പിന്നെ MCA ചെയ്യാൻ പറ്റുന്ന? ഇല്ല, സയൻസ് സബ്ജക്ട്സ് ആണെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇതായിരുന്നു ഡൗട്ട്. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ നന്ദി. ഇനിയും സാമൂഹ്യ പാഠം തുടർന്നും കാണുക. സർ, ഇത്തരത്തിൽ മഹത്തായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സർവകലാശാല സ്ഥാപിതമായത്. ഇതിന്റെ സെന്ററുകൾ എവിടെയൊക്കെയാണുള്ളത്? നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു
അന്തർദേശീയ സർവകലാശാലയാണ്, ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന് 67, അതായത് 67 റീജിയണൽ സെന്റേഴ്സ് രാജ്യമൊട്ടാകെയുണ്ട്, ഇന്ത്യ ഒട്ടാകെയുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം 40ഓളം വേറെ സെന്റേഴ്സ് മറ്റു രാജ്യങ്ങളിലും സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് തന്നെ ഏകദേശം ഒരു 30 ലക്ഷത്തിന് മേളിലെ സ്റ്റുഡൻസ്, പഠിതാക്കൾ നമുക്കുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, നമ്മൾ ലേണേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഒരു 30 lakhs മേളിൽ ലേണേഴ്സ് ഉള്ള ഒരു സർവകലാശാലയാണ്. അതുകൊണ്ട് ഇത് സ്റ്റുഡൻറ് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു സർവകലാശാലയായിട്ടാണ് കാണുന്നത്. പിന്നെ യുനെസ്കോ 2010 ഇതിനെ ഏറ്റവും വലിയ സർവകലാശാലയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതുകൂടാതെ തന്നെ നമുക്ക് 1993 സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോമൺവെൽത്ത് ഓഫ് ലേണിംഗിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, അതും ഈ പറയുന്ന കോമൺവെൽത്ത് ഓഫ് ലേണിംഗിൽ നിന്ന് 1999 കിട്ടിയ സർവകലാശാലയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത്തരത്തിൽ മഹത്തായ ഒരു പൈതൃകമുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി. സർ, ഒരു കോളർ ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. മാം, കേൾക്കാം, പറഞ്ഞോളൂ. എന്താണ് പേര്? എന്റെ പേര് പ്രിയങ്ക എന്നാണ്. സാറിനോട് ചോദിച്ചോളൂ. ഓക്കെ സർ, കേരള ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിരുന്നു. MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇല്ല, MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇല്ല. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ഇക്വലന്റ് ആയിട്ട് പറ്റുമോ? അത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ് മാഡം. ഇത് MA അല്ലേ മാഡം ചോദിച്ചത്? MA ഇംഗ്ലീഷ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. മനസ്സിലായി. അത് MA അല്ല, നമ്മളുടെ ഉള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ ഫങ്ഷണൽ ഇംഗ്ലീഷിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട് നമുക്ക്. ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു കോഴ്സായിട്ട് ഒരു പാർട്ടുണ്ട്. വിളിക്കാറുണ്ട് കേരള PSC. പക്ഷെ അത് പഠിച്ചവരാരും ഇവിടെ ഇല്ല, കേരളത്തിൽ ഇവിടെ ആ കോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനുവേണ്ടി ഈ കോഴ്സ് നമുക്കതിന് ഇക്വലന്റ് ആവുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷേ ഇത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ്, ഒരു 6 മാസത്തെ പ്രോഗ്രാമാണ്. MA ആയിട്ട് ആവത്തില്ല, മാസ്റ്റർ പ്രോഗ്രാം അല്ല. ശരി സർ, താങ്ക് യു. വിളിച്ചതിൽ നന്ദി. വീണ്ടും വിളിക്കുക. സർ, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംശയമാണ്. ഇഗ്നോയുടെ കോഴ്സുകൾ ചെയ്യുമ്പോൾ ആദ്യത്തെ കോളർ ചോദിച്ച പോലെ എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻസ്? നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അതായത് 6 മാസത്തെ കോഴ്സാണ്. ഈ 6 മാസത്തെ കോഴ്സിന് 10ാം ക്ലാസ്സാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത് ബേസിക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഡിപ്ലോമ പ്രോഗ്രാമിന് ചില ഡിപ്ലോമ പ്രോഗ്രാംസിന് 10ാം ക്ലാസ്സാണ്, ചിലതിന് +2 ആണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി പ്രോഗ്രാം, അപ്പം ഈ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് 1 ഇയർ പ്രോഗ്രാമാണ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം 6 മാസത്തെ ആകുമ്പോഴത്തേക്ക് ഡിപ്ലോമ പ്രോഗ്രാം 1 ഇയറിലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് 3 വർഷത്തെയാണ്, സാധാരണ പോലെ തന്നെ 3 വർഷമാണ്. പക്ഷേ ഈ പ്രോഗ്രാമിനൊക്കെ നമ്മളുടെ ഈ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാത്തിനും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഇത് 3 മാസത്തെ ഈ പറയുന്ന 6 മാസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് 1 വർഷം കൊണ്ട് തീർക്കാവുന്ന, 1 വർഷം വരെ നമുക്ക് പഠിച്ചു തീർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 വർഷം വരെ അതിന് ടൈമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിമം 3 വർഷമാണെങ്കിലും അതിന് മാക്സിമം പീരീഡ് 5 വർഷം വരെ ടൈമുണ്ട്. അതായത് 3 വർഷമാണ് നമ്മുടെ ഡിഗ്രി എങ്കിലും 5 വർഷം വരെ ടൈമുണ്ട്. ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാമിന് നമ്മൾ ഈ പറയുന്ന പോലെ +2 തന്നെയാണ് അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ PG പ്രോഗ്രാമിനാകുമ്പോഴത്തേക്ക് അതിന് ഡിഗ്രിയാണ് അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ PG പ്രോഗ്രാം 2 വർഷത്തെ ആണെങ്കിലും അതിന് മാക്സിമം പീരീഡ് നമുക്ക് 4 വർഷം വരെ കൊടുക്കും. അപ്പോൾ ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരീക്ഷ എഴുതുകയും അവരുടെ പേസ് അനുസരിച്ച് അവർക്ക് പഠിക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ഡിസ്റ്റൻസ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴ്സുകളെ കുറിച്ച് ഇനിയും വരെ ചോദിച്ചറിയാനുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ,
സർ പറഞ്ഞു. നമസ്കാരം, ഞാൻ കൊയിലാണ്ടിൽ സുഭാഷാണ്. സാറിനോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. കൊയിലാണ്ടിൽ സുഭാഷാണ്. സാറിനോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അതെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ സാർ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്ന് ഞാൻ അസോസിയേറ്റഡ് ഡിഗ്രി ആർമിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു. അതെ അതെ, ഗ്യാൻദീപ് എന്ന് പറഞ്ഞത്. അതെ അതെ അതെ, അത് ചെയ്ത് കഴിഞ്ഞോ? ഗ്യാൻദീപ്, അതിന് എനിക്ക് ഒരു അസോസിയേറ്റ് ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അതെ, അത് അതിനുശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ, 2 ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഉണ്ട്. അതെ, അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 3rd ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാമല്ലോ. അതിന് എന്താ ഇവിടെ കേരളത്തിൽ എറണാകുളത്തേക്ക് വിളിച്ച് ഇഗ്നോന്റെ ഓഫീസിലേക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് റിപ്ലൈ ആരും തരുന്നില്ല. നിങ്ങൾ വടകര റീജിയണൽ സെന്റർ ഉണ്ടല്ലോ, വടകര റീജിയണൽ സെന്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വടകര ചോദിച്ചപ്പോഴും സാർ ഞാൻ ആ ഓഫീസിൽ പോയി അവിടുന്ന് എറണാകുളത്തെ നമ്പർ തന്നു. അതെ, എറണാകുളത്തെ നമ്പറാണ് ചോദിച്ചിട്ട് അവര് പറയുന്നത് ഇതിനെപ്പറ്റി ഞങ്ങൾ എവിടെ ഒന്നും വന്നില്ലെന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ പറയുന്ന കേൾക്കൂ. അവിടുത്തെ എറണാകുളത്തെ നമ്പർ തന്നു, എനിക്ക് എറണാകുളത്തേക്ക് ഞാൻ വിളിച്ചിരുന്നു സാർ. അതെ, സാധാരണ നമ്മളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്, അതായത് ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഗ്യാൻദീപിന്റെ പറയുന്ന നോഡൽ സെന്ററിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ വരാറുണ്ട്. അതായത് നിങ്ങളുടെ ഈ അസോസിയേറ്റ് ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് നമുക്ക് തരാറുണ്ട്. അപ്പം ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്തവർക്ക് നമ്മൾ 3rd ഇയറിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. നിങ്ങൾക്കൊന്ന് റീജിയണൽ സെന്ററുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. സർ കേൾക്കുന്നുണ്ടോ? ഹലോ, റീജിയണൽ സെന്റർ, ഇഗ്നോർ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഏത് നമ്പറുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പ്ലീസ്? ഇഗ്നോർ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം, റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്തിന്റെ നമ്പർ നോക്കിയാൽ മതി, സൈറ്റിൽ നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ. ഓക്കെ സർ. വിളിച്ചതിൽ നന്ദി. ഇനിയും വിളിക്കുക. ദയവായി കോളേഴ്സ് ശ്രദ്ധിക്കുക. വിളിക്കുമ്പോൾ ടിവിയിൽ ശ്രദ്ധിക്കാതെ സാർ പറയുന്നത് ശ്രദ്ധിക്കുക. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഴ്സുകളെ കുറിച്ചാണ്. അപ്പൊ ബാച്ചിലർ, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ച് സാർ പറയുകയുണ്ടായി. പ്രമുഖമായി ഏതെല്ലാം കോഴ്സുകളാണ് ഇഗ്നോ കൊടുക്കുന്നത്? ഇംഗ്ലീഷ് അങ്ങനെയില്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സയൻസ് സ്ട്രീംസിലുണ്ട്, സയൻസ് സ്ട്രീമിലുണ്ട്, ആർട്സ് സ്ട്രീമിലുണ്ട്, കൊമേഴ്സിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒത്തിരി നോവലായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ വിവിധ തരം ഞങ്ങൾക്ക് ഏകദേശം ഒരു 200 ചില്ലോനം പ്രോഗ്രാംസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ്, സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ്, സർട്ടിഫിക്കറ്റ് ഇൻ ടീച്ചിങ് പ്രൈമറി സ്കൂൾ മാത്തമാറ്റിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ എൻവയറൺമെന്റൽ സ്റ്റഡീസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ബീ കീപ്പിംഗ്, അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് തന്നെ നിരവധി അനവധിയുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഈ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഗ്രാംസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാംസ് ചെയ്യുന്നവർക്ക് റൂറൽ യൂത്തിന് വേണ്ടിയായിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് 50% ഫീ കൺസെഷൻ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധി അനവധി പ്രോഗ്രാംസ് ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിൽ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസിലും ഉണ്ട്. ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ ഒരു പ്രോഗ്രാം. അതൊരു 1 ഇയർ പ്രോഗ്രാമാണ്. ഇറ്റ്സ് ഈക്വൽ ടു ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. അതേപോലെ ഡിപ്ലോമ പ്രോഗ്രാംസ് സെവറൽ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ ഇൻ HIV അങ്ങനെ ഇതുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഹോം ബേസ്ഡ് ഹെൽത്ത് കെയർ, സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫൻറ്റ് കെയർ, നഴ്സിംഗ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഡിഗ്രി പ്രോഗ്രാംസ് പറയുമ്പോഴത്തേക്ക് ഡിഗ്രിയിൽ BA തന്നെ നമുക്ക് നമ്മൾ BA പ്രോഗ്രാം എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മളുടെ എല്ലാം ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അതിൽ BA ഉണ്ട്, BSc വരും. അപ്പം BA വരുമ്പോഴത്തേക്ക് തന്നെ BA ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ BA എക്കണോമിക്സ് ഉണ്ട്, BA സോഷ്യോളജി ഉണ്ട്, BA സൈക്കോളജി ഉണ്ട്, BA എക്കണോമിക്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി സബ്ജക്ട്സിൽ പ്രോഗ്രാംസ് ഉണ്ട്. കോഴ്സുകളെ കുറിച്ച് സാർ പറയുന്നുണ്ടാവും. നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സർ, കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്?
കേൾക്കാം. എന്റെ പേര് OV മണി, മൂവാറ്റുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിനോട് ചോദിച്ചോളൂ. മണി OV മണി. സർ കേൾക്കാം, സാറിനോട് ചോദിച്ചോളൂ. ഞാൻ BA ഇംഗ്ലീഷായിരുന്നു ഇഗ്നോവിന്റെ തൊടുപുഴയില്. അതെ, സാറേ ഞാൻ ഇംഗ്ലീഷ് അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ഡിഗ്രി. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? 94-95 കാലഘട്ടങ്ങളിലായിരുന്നു. 94-95. അപ്പം അതിന്റെ ആ പീരീഡ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറഞ്ഞതുണ്ട്. ഇപ്പൊ നിങ്ങൾ അത് എത്ര വരെ എത്ര കോഴ്സ് എത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? അത് ആ പ്രോഗ്രാമിൽ BA ഇംഗ്ലീഷിൽ എത്ര കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അറിയാവോ? സർ കേൾക്കുന്നുണ്ടോ? ഹലോ, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അസൈൻമെന്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അസൈൻമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടുണ്ടോ? 2 ഇയറിന്റെ ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടുണ്ടോ? സർ ദയവായി ഫോണിൽ ശ്രദ്ധിക്കുക. ടിവിയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ഗ്രേഡ് കാർഡ് ഒന്ന് എടുക്കാൻ നോക്കുക. ഗ്രേഡ് കാർഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കണം. ഫ്രഷ് അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അതിന്റെ മാർക്കുകൾ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അതിന്റെ മാത്രം പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാം BA ഇംഗ്ലീഷ് പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിൽ നന്ദി. നമുക്കിനി ഒരു കോളർ കൂടിയുണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാം മാം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ മാം, ഇവിടെ കേൾക്കാം. ഹലോ മാം, ദയവായി ഫോണിൽ ശ്രദ്ധിക്കുക. മാമിന്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. മാമിന് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. കോളേഴ്സ് ദയവായിട്ട് ഫോണിൽ ശ്രദ്ധിക്കുക. മാം, നമുക്കിവിടെ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ. കോളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഴ്സസിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പം ഒത്തിരി കോഴ്സസിനെ കുറിച്ച് പറയുകയുണ്ട്. അപ്പൊ അതിൽ സാമൂഹിക പ്രതിബദ്ധതയിൽ ഇപ്പൊ സാറ് പറഞ്ഞു HIV, സ്ത്രീ ശാക്തീകരണം, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇഗ്നോയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്? തീർച്ചയായിട്ടും. MSc വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം HIV അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മൾ ഇഗ്നോ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടായിരിക്കും നമ്മളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അത് നമ്മളുടെ സമൂഹത്തിൽ എത്രത്തോളം അതിന് ആവശ്യകതയുണ്ട്, അതായത് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം, ഒരു നീഡ് ബേസ്ഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു നീഡ് ബേസ്ഡ് സ്റ്റഡി ആയിരിക്കും നടത്തുന്നത്. ചിലപ്പോൾ ഒരു പ്രോഗ്രാം ഇവിടെ അതിന് അത്ര റിക്വയർമെന്റ് കണ്ടില്ലെങ്കിൽ പോലും വേറെ ഇപ്പം ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഈസ്റ്റ് ഇന്ത്യയിലോ വെസ്റ്റ് ഇന്ത്യയിലോ ഒക്കെ ഇതിന് കൂടുതൽ ആവശ്യകത ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു നീഡ് ബേസ്ഡ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ പ്രോഗ്രാംസും ലോഞ്ച് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാംസും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സർ, ഒത്തിരിയധികം കോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരേ സമയം 2 കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുമോ? ഒരേ സമയം നമുക്ക് 2 കോഴ്സുകൾ ചെയ്യാം. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡിഗ്രി ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അയാൾക്ക് വേണമെങ്കിൽ ഇഗ്നോയുടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചേരാം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിന് വേണമെങ്കിൽ ഒരു ലോവർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനായിരിക്കും. അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹയർ ലെവൽ ഒരു ഡിഗ്രി, ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ ഒരു PG ഡിപ്ലോമ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാം. അതിനാണ് നമ്മൾ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെഗുലർ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ഈ കൂട്ടത്തിൽ തന്നെ അയാളിപ്പോൾ ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ BSc സുവോളജി പഠിക്കുകയാണ്. അപ്പം അയാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ്, അത് സുവോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ബീ കീപ്പിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 മാസത്തെ പ്രോഗ്രാമാണ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആകുമ്പോൾ 6 മാസത്തെയാണ്. അയാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 6 മാസത്തെ പ്രോഗ്രാം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അവർക്ക്
പാസ്സാവുകയും ചെയ്യാം. ഈ രണ്ടും പാസ്സാകുന്നത് കൊണ്ട് അവർക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സർ, നമുക്ക് വിശദാംശങ്ങൾക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ സർ, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജ്യോതിഷ്. ഹലോ സർ, കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് ജ്യോതിഷ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നേ. സാറിനോട് ചോദിച്ചോളൂ. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്നുണ്ടേ. പറഞ്ഞോളൂ. അപ്പോ ഇതേ സമയം തന്നെ എനിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ചെയ്യാം, ഡിപ്ലോമ ചെയ്യാം. ഹലോ, അപ്പോ ഈ കോഴ്സിനെല്ലാം കൃത്യം പീരീഡ് ഉണ്ട്, രജിസ്റ്റർ ചെയ്യാൻ കൃത്യം പീരീഡ് ഉണ്ടോ? ഏത് കോഴ്സിന്? നമ്മുടെ ഇഗ്നോയുടെ പ്രോഗ്രാമിനോ? ഹലോ, ഇഗ്നോ പ്രോഗ്രാമിനല്ലേ? അതായത് ഒരു നിശ്ചിത പീരീഡ് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമുക്ക് എപ്പോ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കോഴ്സ് ആരംഭിക്കാം? ഇല്ല, നമുക്ക് 2 ടൈമിലാണ് അഡ്മിഷൻസ് ഉള്ളത്. ഒന്ന് ജനുവരിയിൽ അഡ്മിഷൻസ് ഉണ്ട്, ഇപ്പൊ ജൂലൈയിൽ അഡ്മിഷൻസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇപ്പൊ ജൂലൈയിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ചേരാവുന്നതാണ്. അപ്പൊ അതിന്റെ അഡ്മിഷൻ ടൈം ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് 15 വരെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഓഗസ്റ്റ് 15 ശേഷം ഫൈനോട് കൂടി ഓഗസ്റ്റ് 31 വരെ അഡ്മിഷന് സാധ്യതയുണ്ട്. അപ്പോ ഇതിന്റെ എക്സാം ഒക്കെ നമ്മളോട് ചെയ്തുവാ? പരീക്ഷ ഇപ്പൊ നിങ്ങൾ കണ്ണൂരാണെങ്കിൽ നിങ്ങൾക്ക് വടകര റീജിയനിലാണ്. വടകര നമുക്കൊരു റീജിയണൽ സെന്റർ ഉണ്ട്. ഓക്കെ. അപ്പൊ കണ്ണൂർ നിങ്ങൾക്ക് അവിടെ എക്സാം സെന്റർ ഉണ്ടാവും. കണ്ണൂർ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ അഡ്മിഷന് ഇപ്പൊ നിങ്ങൾ വടകര എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്ന് പരീക്ഷ എഴുതാം. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ആ സമയത്ത് പരീക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് അതായത് ആ സെന്ററിൽ ഏത് സെന്ററിന്റെ കീഴിലാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അവിടെ അത് പൂരിപ്പിച്ച് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പരീക്ഷ എഴുതാവുന്നതാണ്. വിളിച്ചതിൽ നന്ദി. സാമൂഹ്യ പാഠം തുടർന്നും കാണുക. സർ, ഇപ്പൊ നമ്മൾ അഡ്മിഷനിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇഗ്നോയിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഇഗ്നോയിൽ അഡ്മിഷൻസ് സാധാരണ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് നടത്തുന്നത്. ഒന്ന് 2 സെഷൻ എന്ന് നമ്മൾ പറയും. ജാനുവരി സെഷൻ എന്നും ജൂലൈ സെഷൻ എന്നും നമ്മൾ പറയും. ജാനുവരി സെഷനിൽ അഡ്മിഷൻസ് നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതിന്റെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ അഡ്മിഷൻസ് ആണ്. ഈ ജൂലൈ അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിന്റെ അഡ്മിഷൻസ് ഒക്കെ കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസ്, അത് ഡിപ്ലോമ, ഡിഗ്രി, PG അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 ആണ്, ഫൈൻ ഇല്ലാതെ. ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 31 വരെ 300 രൂപ ഫൈനോട് കൂടി അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പം അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അവർ മേടിക്കേണ്ടത് ഒരു പ്രോസ്പെക്ടസ് മേടിക്കണം. ഒരു 200 രൂപ കൊടുത്തിട്ട് പ്രോസ്പെക്ടസ് മേടിക്കുക. കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് കോഴ്സിനാണ് അവർ ചേരാൻ ആഗ്രഹിക്കുക. അതിനകത്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏത് കോഴ്സിനാണ് ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ആ പ്രോസ്പെക്ടസിൽ തന്നെ ഉണ്ട്. 171 പേജാണെന്ന് തോന്നുന്നു. ആ പേജിൽ പോയി കഴിഞ്ഞാൽ ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് 2 ഫോട്ടോ, ഐ ഡി കാർഡിലൊരു ഫോട്ടോയും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇതിൽ ഒരു ഫോട്ടോയും പതിപ്പിച്ചിട്ട് അത് സൈൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത്, പിന്നെ ഫീസ്, കോഴ്സ് ഫീ എത്രയാണെന്ന് വെച്ചാൽ ആ ഫീ, അതായത് ഇപ്പം ഡിഗ്രി പ്രോഗ്രാമിനാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 2000 രൂപ. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിന് രജിസ്ട്രേഷൻ എന്ന് പറയും. ആ രജിസ്ട്രേഷന് 2000 രൂപ ഇഗ്നോ ഫേവറിങ് ഇഗ്നോ DD എടുത്തിട്ട് പേബിൾ അറ്റ് ഇപ്പം നമ്മുടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചി ആണെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ വടകര ആണെങ്കിൽ വടകര. ആ ഫീയും കൂടെ ഈ ആപ്ലിക്കേഷൻ ഫോമും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിക്സ് ഓഫ് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൂടെ വെച്ച് നൽകി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് അഡ്മിഷൻ്റെ കൺഫർമേഷൻ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയും, അതായത് സ്വയമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസും കൂടി നമുക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു കോളർ ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ സർ? ഹലോ, ഹലോ, കേൾക്കാൻ സർ, പറഞ്ഞോളൂ.
കേൾക്കാം. ഹലോ സർ പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എന്റെ പേര് ജീഫ്. സാറിനോട് ചോദിച്ചോളൂ. ഓക്കെ. ഞാനിപ്പോ ഇഗ്നോയുടെ എംകോം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1ാം വർഷം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഓൾറെഡി എനിക്കിപ്പോ പാസ്സായത് കൊണ്ട് എനിക്കൊരു ഗ്രേഡ് കാർഡും സർട്ടിഫിക്കറ്റും വന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ. അപ്പൊ ഇപ്പോ ഞാൻ പുതിയൊരു ജോലിക്ക് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് ബികോം കേസിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇനി എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ബേസിൽ എന്തെങ്കിലും അപ്ഡേഷൻ നടത്താൻ പറ്റുമെന്ന് അറിയാനാണ്. അല്ല, ഈ ഒരു സർട്ടിഫിക്കേഷൻ മാത്രം ചെയ്യുന്നുള്ളൂ, ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഇയർ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ജോബിലൊക്കെ അപ്ലൈ ചെയ്യാം. ഈ ഒരു കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്, അതാണ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മോഡുലാർ അപ്രോച്ച് എന്ന് പറയാൻ കാരണം അത് ആ മോഡൽ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ല. പിന്നെ സാർ വേറൊരു കാര്യം, ഇപ്പൊ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പൊ എനിക്ക് അക്കൗണ്ട്സ് ബേസ്ഡ് എന്തെങ്കിലും അഡീഷണൽ കോഴ്സ് ചെയ്യാവുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോഴ്സ് അവൈലബിൾ ആണെന്ന് അറിയാനാണ്. ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഇങ്ങനെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതൊരു ഡിപ്ലോമ. അത് നമ്മൾ ഈ പറയുന്ന BPOയിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു. ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നത് BPOയിലാണ്. ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാം. അപ്പം ഡിപ്ലോമ ഇൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമുക്കുണ്ട്. ഓക്കെ. അപ്പം ആ പ്രോഗ്രാം വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നിങ്ങളുടെ പ്രൊമോഷൻസിനും വേണ്ടിയും ഒക്കെ അത് വളരെ ഉപകാരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സാർ അതിന്റെ ഡ്യൂറേഷനും മറ്റും കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? അത് ഡിപ്ലോമ 1 ഇയർ പ്രോഗ്രാം ആണ്. 1 ഇയർ പ്രോഗ്രാം. അതെ. ഓക്കെ. അപ്പൊ നമ്മൾ സെയിം ഇപ്പൊ ഞാൻ കറന്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ എനിക്ക് സെക്കൻഡ് ഇയർ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് റീജിയണൽ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. താങ്ക് യു. വിളിച്ചതിൽ നന്ദി. സർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് സുബിനാണ്. ഞാൻ മുക്കോലയിൽ നിന്ന് വിളിക്കുന്നു. സാറിനോട് ചോദിച്ചോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് സാർ ഈ എംഎഡ് ഇഗ്നോയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഏതാണ് എംഎഡ്? ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് അഡ്മിഷൻസ് നടന്നിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷം നടന്നതിന് ശേഷം പിന്നെ ഈ വർഷം അഡ്മിഷൻസ് ഒന്നും നടന്നിട്ടില്ല. എംഎഡ് അല്ലേ ചോദിച്ചത്? അതെ. ഇപ്പം അത് അതിനെക്കുറിച്ച് അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് അതിന്റെ ഇൻഫർമേഷൻ വരുന്നത്. ഇതുവരെയായിട്ട് നമുക്ക് അവിടുന്ന് ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പൊ തൽക്കാലം അത് അബേൻസിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധാരണ ഇപ്പൊ സമയമാണ്, പക്ഷെ ഇതുവരെയായിട്ടും അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വരാത്ത സ്ഥിതിക്ക് ഇപ്പൊ തൽക്കാലം ഇല്ല എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അടുത്ത ടൈമിൽ ജനുവരി അഡ്മിഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഏത് സമയത്തുണ്ടെങ്കിലും നമുക്ക് അനൗൺസ്മെന്റ് ഉള്ളതനുസരിച്ച് അത് സൈറ്റിൽ കാണും. നമ്മൾ ഈ അനൗൺസ്മെന്റ് ഇപ്പൊ എംഎഡ് ഉണ്ടെങ്കിൽ എംഎഡ് അനൗൺസ് ചെയ്തിട്ടുള്ള സൈറ്റിൽ www.igno.ac.in എന്ന സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോഴെന്തായാലും എംഎഡിന്റെ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വിളിച്ചതിൽ നന്ദി. സർ, ഇപ്പോൾ സൈറ്റിനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. ഇപ്പോൾ ഇഗ്നോയെ കുറിച്ചുള്ള സംശയങ്ങളും മറ്റും ദൂരീകരിക്കാനായിട്ട് നമുക്ക് സാങ്കേതികത എത്രത്തോളം ആശ്രയിക്കാൻ കഴിയും? നമുക്ക് ഇഗ്നോയ്ക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സൈറ്റ് ഉണ്ട്, www.igno.ac.in. അതിൽ ഒത്തിരി ലിങ്ക്സ് ഉണ്ട്. സ്റ്റുഡന്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡന്റ് ലിങ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക്. അതല്ല, നമ്മളെ സമയത്തുള്ള നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ ലേണറാണ്, അതായത് നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡന്റിന് വേണ്ടിയുള്ള ഒരു സ്റ്റുഡന്റ് ലിങ്ക് എന്ന് പറഞ്ഞ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ, അവരുടെ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൊല്യൂഷൻസും അവിടെ കിട്ടുന്നതാണ്. അതായത് അയാളുടെ അഡ്മിഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ, അയാളുടെ എവിടെ വരെ ഏതൊക്കെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തു, ഗ്രേഡ് കാർഡ് കിട്ടാനാണെങ്കിലും അങ്ങനെ, പിന്നെ അല്ലെങ്കിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഏത് അസൈൻമെന്റ്സ് ഒക്കെ ഏത് സമയത്ത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ആ സ്റ്റുഡന്റ് ലിങ്കിൽ കിട്ടും. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഓരോ പ്രോഗ്രാംസിനെ കുറിച്ച് അറിയണമെങ്കിൽ പ്രോഗ്രാംസിന്റെ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസിന്റെ ഇത് കിട്ടും. അങ്ങനെ ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് നമ്മുടെ ഇഗ്നോ സൈറ്റ് എന്ന് പറയുന്നത്. സർ, അതുപോലെ തന്നെ ഒരു സംശയം, എങ്ങനെയൊക്കെയാണ് ഇഗ്നോയുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇഗ്നോയുടെ പഠന രീതി എന്ന് പറയുന്നത് തിയറി ക്ലാസ്സസ് ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്റേൺഷിപ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ സ്കാറ്റർ ചെയ്തിട്ട് കിടക്കുന്നതാണ് ഈ പറയുന്ന ഇഗ്നോയുടെ പഠന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ്, അവരെ നമ്മൾ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്.
അതായത് അവർക്ക് കൗൺസിലിങ്ങും ഉണ്ടാവും, ട്യൂട്ടറിങ്ങും ഉണ്ടാവും, രണ്ടാമത് പഠിപ്പിക്കുന്നതും ഉണ്ടാവും, കൗൺസിലിങ്ങും ഉണ്ടാവും. ഇനി കൗൺസിലിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അത് ഒരു 18 വയസ്സ് മുതൽ അവർ 90 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെ നമ്മൾ പല പ്രോബ്ലംസ് ഉള്ള ആൾക്കാരായിരിക്കും, പല സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, പല എൻവയൺമെന്റിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവർക്ക് പഠിക്കാൻ അവർ ഈ പറയുന്ന പോലെ ഓരോ സിറ്റുവേഷനിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് പഠിക്കാൻ ചിലപ്പം ഈസി ആയിട്ട് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ വേണ്ടത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം, ആ കോഴ്സ് പഠിച്ചാൽ എത്രത്തോളം ഇത് വിജയകരമാകും, അങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും അവർക്ക് കൂടുതലായിട്ട്. അപ്പോൾ ഇതൊക്കെ ദുർവീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ടീച്ചേഴ്സിനെ നമ്മൾ കൗൺസിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു 1-to-1 ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് അവിടെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യം. അപ്പം നമ്മൾ ഈ കൗൺസിലിംഗ് ക്ലാസ്സസ് നമ്മൾ സാധാരണ പറഞ്ഞ ടീച്ചിങ് എന്ന് പറയുന്നത്. അത് തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കൽ കൗൺസിലിംഗും ഉണ്ട്, തിയററ്റിക്കൽ കൗൺസിലിംഗും ഉണ്ട്. ഇപ്പോൾ തിയററ്റിക്കൽ കൗൺസിലിംഗ് നമ്മൾ തിയറി ക്ലാസ്സസ് എന്ന് പറയും. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ കൗൺസിലിംഗ്. തിയററ്റിക്കൽ കൗൺസിലിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത് അതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് അറ്റൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ് എന്നുള്ള. പക്ഷേ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ട് അവർ അറ്റൻഡ് ചെയ്തിരിക്കണം. 85% അറ്റൻഡൻസ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഈ ഇന്റേൺഷിപ്സ് ഉണ്ടെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിലും ഫീൽഡ് വർക്ക് ഉണ്ടെങ്കിലും ഇതെല്ലാം കമ്പൽസറിയാണ്, എക്സെപ്റ്റ് ഈ പറയുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസ്സസും നമുക്ക് കമ്പൽസറിയാണ്. നമുക്ക് തിരിച്ചു വരാൻ ഒരു കോളർ ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ സർ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാറേ. പിന്നെ ഞാൻ എന്റെ വൈഫിന് വേണ്ടി ഒരു കാര്യം തിരക്കാൻ വിളിച്ചാണ്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സാറേ. അതായത് അവര് BSc മാത്തമാറ്റിക്സ് കേരള ചെയ്തായിരുന്നു. അതെ. ഇപ്പൊ MSc ഒരു സെമസ്റ്റർ ചെയ്തു. 2013 ജോയിൻ ചെയ്തു. ഒരു സെമസ്റ്റർ എഴുതി. അവിടെ ആ സെമസ്റ്റർ എല്ലാം കിട്ടുകയും ചെയ്തായിരുന്നു. പിന്നെ കണ്ടിന്യൂ ആവത്തില്ല. ഓക്കെ. അത് MSc മാത്തമാറ്റിക്സ് ആണോ? മാത്തമാറ്റിക്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ആ സെമസ്റ്റർ നിലനിർത്തിക്കൊണ്ട് ഇഗ്നോയുടെ ട്രാൻസ്ഫർ എല്ലാം ചെയ്യാൻ നോക്കും. അതായത് ഫസ്റ്റ് സെമസ്റ്റർ കിട്ടിയ രീതിയിലും ചെയ്യാൻ നോക്കും. ഇല്ല, നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇപ്പൊ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നോയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഇല്ല. നമുക്ക് വിതിൻ ഇഗ്നോ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. ഇഗ്നോയിൽ പഠിച്ചതായിരുന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടെ പിടിച്ച മാർക്കുകൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ഇതുവരെയായിട്ടും നിലവിൽ വന്നിട്ടില്ല. അതിനിപ്പോൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2015 ചിലപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരികയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണെങ്കിലൊക്കെ ഇത് സാധ്യമാവും. ഇപ്പൊ നിലവിൽ ഇല്ല. ഞാൻ നിലവിലിപ്പം ഒരു ഇഗ്നോയുടെ MSc അവർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? മറ്റേ MSc ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ സാർ ഇപ്പൊ ഇതിന്റെ അഡ്മിഷൻ എന്ന് ക്ലോസ് ചെയ്യുമായിരിക്കും? ഇതിപ്പോ നമ്മള് 15-ാം തീയതി ഫൈൻ ഇല്ലാതെ ഓഗസ്റ്റ് 15 ഫൈൻ ഇല്ലാതെ ഓഗസ്റ്റ് 15 മുതൽ 31 വരെ ഫൈനോട് കൂടി 300 രൂപ ഫൈനോട് കൂടി. സാറേ അപ്പൊ രജിസ്റ്റർ ഫീസ് ഒക്കെ എങ്ങനെയാവും സാറേ? MSc മാത്തമാറ്റിക്സിന്റെ ഫീസ് ഒന്ന് നോക്കണം. 4000 സംതിങ് ആയിരിക്കും തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ. സെമസ്റ്റർ ആയിട്ടാണോ ഇയർലി എക്സാം ആണോ? ഇയർലിയാ. ഇപ്പൊ നമ്മളിപ്പോ ജൂലൈയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അടുത്ത ജൂണിൽ പരീക്ഷ എഴുതണം. കൊല്ലത്ത് നമ്മുടെ SM കോളേജിലെ സെന്റർ അല്ലേ? SM കോളേജിലുണ്ട്. ഞാനിത് അറിയാൻ വേണ്ടി വിളിക്കാം സാർ. ആയിക്കോട്ടെ. വിളിച്ചതിൽ നന്ദി സർ. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് ബിൻസിൽ എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. സാറിനോട് ചോദിച്ചോളൂ. ഞാൻ BSc അഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണ്. അതെ, പറഞ്ഞോളൂ. അപ്പോ എനിക്ക് BSc അഗ്രി കഴിഞ്ഞതിന് ശേഷം ഫാം ജേർണലിസത്തിൽ ഇഗ്നോയിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റ്റന്റ് കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഫാം ജേർണലിസത്തിന്റെ കോഴ്സുകളൊന്നും ഇപ്പോൾ ഇഗ്നോ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്.
ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറാണ് എനിക്ക് ഫാം ജേർണലിസത്തിനെ കുറിച്ച് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇഗ്നോയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ എനിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു കോഴ്സ് അവിടുന്ന് ചിലപ്പോ മേ ബി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാം ജേർണലിസത്തിന്റെ കോഴ്സുകളൊന്നും ഇപ്പം ജേർണലിസത്തിന്റെ എന്തെങ്കിലും ഉണ്ടാവോ? ജേർണലിസത്തിന്റെയും കോഴ്സുകളില്ല. വിളിച്ചതിൽ നന്ദി സർ. നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. പൊതുവെ കോളേഴ്സ് ഫീസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫീസ് ഇളവും സ്കോളർഷിപ്പും എല്ലാം ഇഗ്നോ നൽകുന്നുണ്ടല്ലോ അല്ലേ? നൽകുന്നുണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫീസ് ഇളവാണ്. ഫീസ് ഇളവായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഫീസ് ഇളവെന്ന് വെച്ചാൽ ഇപ്പൊ SC STക്ക് നമ്മളിപ്പം ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് നമ്മൾ അവരുടെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഫീ ആദ്യം മേടിച്ചിട്ട് ഫീ റീംബേഴ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. SC ST ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് SC ST, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന എല്ലാ ഫീ കൺസെഷനും നമ്മൾ ഈ പറയുന്ന ഇഗ്നോയുടെ പഠിതാക്കൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് SC ST ആണെങ്കിൽ അവരുടെ നിന്ന് വെറും അവരുടെ ഫോമും ഫില്ല് ചെയ്ത് മേടിക്കുക, അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അവർക്ക് ഫുൾ ഫീ കൺസെഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സർ, പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, ഒരു സാധാരണ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരും ഇഗ്നോയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരുമുണ്ട്. അപ്പോൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഇവരുടെ സർട്ടിഫിക്കറ്റിന് കുറച്ചുകൂടി മൂല്യം കൂടുതൽ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാൻ വേൾഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഒന്ന്. രണ്ടാമത് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിൽ തന്നെ ഒത്തിരി നല്ല നല്ല പൊസിഷൻസിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി IAS-കാരും IPS-കാരും എല്ലാവരും ഈ പറയുന്ന കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ പ്രോഗ്രാംസ് വളരെയേറെ വാല്യൂഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ MBA, നമ്മുടെ MCA, അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസ്, സൈക്കോളജി, ഇതൊക്കെ ഒത്തിരി ഇൻ ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ്. മറ്റുള്ള ഇതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. സർ, ഇപ്പോൾ തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം ക്യാമ്പസ് സെലക്ഷൻ നമുക്ക് ഇപ്പോൾ ഇഗ്നോയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് സെല്ല് തന്നെ ഉണ്ട്, ഇഗ്നോയ്ക്കുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇഗ്നോ റീജിയണൽ സെന്റർ, എല്ലാ റീജിയണൽ സെന്റേഴ്സിലും ദർ ഇസ് എ ക്യാമ്പസ് പ്ലേസ്മെന്റ് സെൽ. നമ്മുടെ ഇഗ്നോ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്ത് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് സെല്ലുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ്, 1-2 ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇൻഡിഗോ എയർലൈൻസിന് വേണ്ടി അവരുടെ നമ്മുടെ എയർ ഹോസ്റ്റസിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് 300 സ്റ്റുഡൻസ് അവിടെ പങ്കെടുത്തിരുന്നു. അതായത് പുറത്തുനിന്നുകൊണ്ട് ഇഗ്നോയുടെ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സെലക്ഷൻസ് കിട്ടിയിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെ അല്ലാതെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്നിട്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ് സെല്ലിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് നമ്മൾ കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് സ്റ്റുഡൻസിനെ അവരുടെ കമ്പനീസിലേക്ക് സെലക്ഷൻ ചെയ്യാറുണ്ട്. സാർ, ഇപ്പോൾ പറഞ്ഞത് പ്ലേസ്മെന്റ്സിനെ കുറിച്ചാണ്. ഇതുപോലെ ഇപ്പോൾ റിസർച്ച് എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഇഗ്നോ ഒരുക്കുന്നുണ്ടോ? ഇഗ്നോയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ PhD പ്രോഗ്രാംസ്, MPhil പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ PhD MPhilലും അഡ്മിഷൻസ് നടത്തിയില്ല. നമുക്ക് സാധാരണ അത് എൻട്രൻസ് വഴിയാണ് നമ്മൾ PhDക്കും MPhilനും ഒക്കെ എൻറോൾമെൻറ്റ് അത് ലേണേഴ്സ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടത്തിയില്ല. അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് അടുത്ത വർഷങ്ങളിൽ അത് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരെ ഇപ്പോഴും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്, PhD സ്റ്റുഡൻസ്, MPhil സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പുതിയ അഡ്മിഷൻസ് ഈ ഒരു വർഷമായിട്ട് നടന്നിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സർ, നമുക്കൊരു കോളർ ഉണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ കോട്ടയത്ത് നിന്ന് രാഹുലാണ് സംസാരിക്കുന്നത്. സാറിനോട് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്.
ഞാൻ ഇഗ്നോയില് എംകോമിന് അപേക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പം വിളിച്ചത്. പറഞ്ഞോളൂ, എന്താ അറിയേണ്ടത്? എംകോമിന്റെ ഫീസിന്റെ കാര്യം, പിന്നെ ഞാനൊരു SC ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. SC ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫീ കൺസെഷൻ ആണ് കിട്ടുന്നത്. അതില അതിന്റെ പഠിച്ചു കഴിയുമ്പോ ഉള്ള ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കമ്പനീസ് വരുന്നതനുസരിച്ച് അവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സൂട്ടബിൾ ആണെങ്കിൽ ആ കമ്പനിയിലേക്ക് നിങ്ങൾ റിക്രൂട്ട്മെന്റിന് വേണ്ടി വിളിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യാം, ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാം. ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് സെന്റ് തോമസ് കോളേജിലേക്കാ, പാലാ, കോട്ടയം. അതെ. അപ്പം അവിടെ ഇതിപ്പം ഡെയിലി റെഗുലർ ആയിട്ട് ക്ലാസ് ഇല്ല, റെഗുലർ ക്ലാസ്സസ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും അറിയാൻ ഇല്ല, റെഗുലർ ക്ലാസ്സസ് ഉണ്ടാവില്ല. നമുക്ക് സാറ്റർഡേ, ചിലപ്പോൾ സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേസ് ഉണ്ടാവും, പിന്നെ സൺഡേസ് ഉണ്ടാവും, പിന്നെ ഹോളിഡേസ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ്. ഓക്കെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ബേസിക്കലി എന്തോ ബികോം ആണോ? ബികോം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും എംപ്ലോയ്മെന്റ് വേണമെങ്കിലൊക്കെ നോക്കാമല്ലോ ആ സമയത്ത്. ബാക്കി മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിലൊക്കെ, സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, ജോലിക്ക് എവിടെയെങ്കിലും അപേക്ഷിക്കാം, ജോലിക്ക് പോവാം. പിന്നെ സാറേ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നോ? എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ സെന്റ് തോമസ് കോളേജ് പാല തന്നെ ആയിരിക്കും എക്സാം സെന്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അവിടുത്തെ കൊച്ചി റീജിയണൽ സെന്ററിന്റെ കീഴിലാണോ നിങ്ങൾ വരുന്നത്? അപ്പോൾ അവരുടെ എക്സാം സെന്റേഴ്സ് എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എക്സാം എവിടെ വേണമെങ്കിലും എഴുതാം. അതിപ്പം പാലത്ത് അവിടെ നിങ്ങൾ കൊച്ചിയുടെ കീഴിലുള്ള സെന്ററിൽ എഴുതണമെന്നില്ല, വേറെ എവിടെയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന്റെ കീഴിലുള്ള സെന്ററിലാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വടകരയുടെ കീഴിൽ എഴുതാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടിട്ട് എവിടെയാണെങ്കിലും പോയി നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പരീക്ഷകൾ സാധാരണ ജൂണിലും ഡിസംബറിലുമാണ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജൂണിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, ജൂൺ 2017. വിളിച്ചതിന് നന്ദി സർ. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ സർ, കേൾക്കാം, പറഞ്ഞോളൂ. സർ, വ്യക്തതയില്ല, കുറച്ചുകൂടി ഉറക്കെ പറയാമോ? ഹുസൈൻ സർ, കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എന്റെ മകന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ മകനിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പറഞ്ഞോളൂ. BBA 3ാം വർഷ വിദ്യാർത്ഥിയാ, വയനാട്. ആയിക്കോട്ടെ. 3ാം വർഷ BBA വിദ്യാർത്ഥിയാ. അതെ, പറഞ്ഞോളൂ. അവൻ കോളേജിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? എവിടെ? BBA അവസാന വർഷ വിദ്യാർത്ഥിയല്ലേ? എവിടെയാണ്? സർ, ദയവായി ടിവിയിൽ ശ്രദ്ധിക്കരുത്. സർ, കേൾക്കുന്നുണ്ടോ? അതെ, വയനാട്ടിലാണ്. വയനാട്ടിൽ ഏത് കോളേജിൽ പഠിക്കുകയാണോ? വയനാട്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കണ്ണൂർ യൂണിവേഴ്സിറ്റി, വയനാട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോളേജ് അപ്പൊ നിങ്ങൾക്ക് MBAക്ക് ഇനി PGക്ക് പഠിക്കാൻ വേണ്ടിയാണല്ലേ? PGക്ക് പഠിക്കാനാണോ ചോദിക്കുന്നത്? സർ, ദയവായി ടിവിയിൽ ശ്രദ്ധിക്കരുത്. അപ്പൊ നമ്മൾക്ക് ഇപ്പം BBA കഴിഞ്ഞ ആൾക്കാണെങ്കിൽ PGക്ക് പഠിക്കാനും ആഗ്രഹമുണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സിന് പഠിക്കാനും ആഗ്രഹമുണ്ട്. ഡിപ്ലോമ പ്രോഗ്രാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഡിപ്ലോമ ഇൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ജോലി സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അത് പഠിക്കുന്നവർക്ക് കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു പ്രോഗ്രാം. അതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഡിപ്ലോമ ഇൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. BBA കഴിഞ്ഞവർക്കൊക്കെ നല്ല ഒരു പ്രോഗ്രാമാണത്. BBA കഴിയുന്നതോടുകൂടി ഈ ഡിപ്ലോമ ഇതുകൂടി ചേർന്നാൽ നിങ്ങൾക്ക് BBAയുടെ ഒപ്പം തന്നെ ഈ ഡിപ്ലോമ ഇൻ ബിസിനസ്. അതെന്തോ പറഞ്ഞ സർ, ഒന്നുകൂടി പറയാമോ? സർ, കേൾക്കുന്നുണ്ടോ? അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത്? അപേക്ഷ നിങ്ങളിപ്പം വയനാടാണെങ്കിൽ വടകരയിൽ കൊടുക്കാം. വടകര റീജിയണൽ സെന്റർ വടകരയിൽ കൊടുക്കുക.
വടകര റീജിയണൽ സെന്റർ. ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണോ? ആ ബസ് സ്റ്റാൻഡ് നട്ട് സ്ട്രീറ്റിലാ. നട്ട് സ്ട്രീറ്റ് ബസ് സ്റ്റാൻഡ്. ആ നട്ട് സ്ട്രീറ്റ്. സർ ദയവായി ടിവിയിൽ ശ്രദ്ധിക്കാതിരിക്കുക. ബിസിനസ് മാനേജ്മെന്റ് എത്ര ഫീസ് വരുക? അതിന് ഏകദേശം ഒരു 4500 മുതൽ 5000 രൂപ. എത്രയാണ് ഫീസ് വരുക? 4500 രൂപയോളം വരും. $4500 വരും. സർ വിളിച്ചതിൽ നന്ദി. ഇനിയും വിളിക്കുക. ദയവായി കോളേഴ്സ് ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കൂ. സർ ഇപ്പം ഒത്തിരി പേര് ഈ ഇഗ്നോയുടെ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, റെഗുലർ ആയിട്ട് കോളേജിൽ പോകാൻ സാധിക്കുന്നവർ പോലും. അങ്ങനെ ഇരിക്കെ സീറ്റുകൾക്ക് പരിമിതിയുണ്ടോ? ഇഗ്നോയ്ക്ക് സീറ്റുകൾക്ക് ഒരു പരിധിയില്ല. നമ്മളുടെ ലക്ഷ്യം തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ആക്സസിബിലിറ്റി എന്നുള്ള ഒരു അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ലക്ഷ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സീറ്റിന്റെ പരിധി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇഗ്നോയിൽ വെക്കുന്നില്ല. സർ ഇപ്പം ഇഗ്നോ സർ പറഞ്ഞ പോലെ 1980കളിൽ സ്ഥാപിതമായി ഇത്രയധികം വർഷങ്ങൾ പിന്നിട്ടു. അപ്പം ഇഗ്നോയുടെ വളർച്ചയെ എങ്ങനെയാണ് സർ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? നമ്മൾക്കിപ്പം 30 മുതൽ 40 ലക്ഷം പഠിതാക്കൾ ഇഗ്നോയിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഓരോ വർഷം നമുക്ക് ഒരു 20 to 25% ഇൻക്രീസ് ആണ് എല്ലാ വർഷവും എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിതാക്കളുടെ എണ്ണം 20 മുതൽ 25% വരെ വർധനവാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പം അത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ഇഗ്നോയുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയധികം നമുക്ക് കോളേഴ്സ് വന്നതും. ഇവരോട് സാർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ പഠനം, ഇപ്പം നമ്മൾക്കിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിതാക്കൾ പഠിക്കാൻ വേണ്ടി ചേരും. അവര് ഈ പഠനം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ആ പ്രോഗ്രാം ഇപ്പം ഇതിനകത്ത് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്യും, സെക്കൻഡ് ഇയറിലേക്ക് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കാതിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 വർഷത്തിന് ശേഷമായിരിക്കും പിന്നെയും വന്നിട്ട് നമുക്ക് അത് ചെയ്യണമെന്ന് തോന്നുന്നത്. അത് ആ മിനിമം പീരീഡിൽ തന്നെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള സന്ദേശമാണ് ഞാൻ ഈ പറയുന്ന പഠിതാക്കളോട് ആവശ്യപ്പെടുന്നത്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇഗ്നോ തിരഞ്ഞെടുക്കുന്നവർ പോലും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ ഉണ്ടാകാറുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതും ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അവർ അങ്ങനെ നിർത്തി പോകുന്നത്. ചിലപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർക്കൊരു ജോലി കിട്ടുന്നത്. എന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ജോലിയിൽ അവർ ഇൻവോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ പഠനം നിന്നു പോകും. എങ്കിലും അവർക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം അവരിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് 2-3 പരീക്ഷ എഴുതി, 2-3 സബ്ജക്ട്സ് പരീക്ഷ എഴുതിയിട്ട് ബാക്കി പിന്നെ ഒരു 5-6 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വന്നാലും ഈ 4-5 കോഴ്സുകൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലെ മാർക്കുകൾ നമ്മൾ അപ്പോഴും അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതാണ് ഇഗ്നോയുടെ ഒരു പ്രത്യേകത ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സാമ്പത്തിക സാമൂഹിക പരിമിതികളെയെല്ലാം നിഷ്ഫലമാക്കി വിദ്യാഭ്യാസം നേടി മുന്നേറുവാൻ ഇനിയും ഒരുപാട് തലമുറകളെ ഇഗ്നോ സഹായിക്കട്ടെ, പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ്. സാറിന്റെ വിലയേറിയ അറിവ് ഈ വിഷയത്തിൽ പങ്കുവച്ചതിന് സാമൂഹ്യ പാഠത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നന്ദി.